മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ന്യായവിധിയെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇനിയും അടുത്ത പ്രധാനമായിട്ട് നിൽക്കുന്ന രണ്ട് സബ്ജക്റ്റുകൾ, ഒന്ന് 1000 ആണ്ട് വാഴ്ചയും രണ്ടാമത് പുതിയ യെരൂശലേം, പുതിയ ആകാശം ഭൂമി പുതിയ യെരൂശലേം. ഈ രണ്ട് സബ്ജക്റ്റുകളാണ്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിലെ 1000 വർഷത്തെക്കുറിച്ച് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 6 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് 20-ാം അധ്യായത്തിൽ. അതുകൊണ്ട് ഈ 1000 ആണ്ട് എന്നൊക്കെ പറയുന്ന 1000 ആണ്ടേക്ക് പിശാചിനെ ചങ്ങലയിട്ടു എന്ന് പറഞ്ഞ് 2-ാം വാക്യത്തിൽ തൊട്ട് തുടങ്ങുന്നു. 1000 ആണ്ടോളം ജീവിച്ചില്ല എന്നുള്ള വാക്ക്, ഇങ്ങനെ 1000 ആണ്ടെന്ന് പറയുന്ന വാക്ക്. ഇവിടെ മഹാസർപ്പത്തെയും പഴയ പാമ്പിനെയും പിശാചിനെയും അങ്ങനെ എല്ലാം ഒന്ന് തന്നെയാണ്. ഇത് പല രീതിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്ത് ഇതിനെ എല്ലാം പിടിച്ച് ബന്ധിച്ച്, ഇവിടെ ക്രിസ്തു തൻ്റെ ദൂതനെ കൊണ്ടാണ് സാത്താനെ ചങ്ങലയിട്ട് അഗാധത്തിൽ ബന്ധിക്കുന്നത്. ബന്ധിച്ചു കഴിഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ ഭരണം ഇവിടെ ആരംഭിക്കുന്ന ആയിട്ടാണ് കാണുന്നത്. സാത്താൻ ബന്ധിക്കപ്പെട്ട് തൻ്റെ കൂട്ടുകക്ഷികളായ എതിർ ക്രിസ്തുവും അതുപോലെ കള്ളപ്രവാചകനും അവനെ ജീവനോട് നരകത്തിൽ തള്ളിയിട്ടിട്ടുണ്ട്. അവരോട് ചേർന്നിട്ടാണ് ഒരുമിച്ച് 3 പേരും കൂടി നരകത്തിൽ കിടക്കുന്നത്. ഈ സാത്താനെക്കുറിച്ച് പറയുമ്പോൾ അവന് സ്വർഗത്തിൽ തീ നിറമുള്ള മഹാസർപ്പം, രാജ്യങ്ങളെ വഞ്ചിക്കാൻ കുറച്ച് നാളിലേക്ക് തള്ളപ്പെട്ട സാത്താൻ, അഗാധ കൂപത്തിൽ നിന്ന് കയറി വരുന്നവൻ, 1000 വർഷം അഗാധത്തിൽ തള്ളപ്പെടുന്നവൻ, കുറച്ച് നാളേക്ക് ദൈവം അഴിച്ചുവിടുന്നവൻ, നിത്യ അഗ്നിയിലേക്ക് എന്നേക്കും തള്ളുന്നു എന്നിങ്ങനെയുള്ള രീതിയിൽ വെളിപ്പാട് പുസ്തകം വിവിധ അധ്യായങ്ങൾ, പ്രത്യേകിച്ച് 9, 12, 20 അധ്യായങ്ങളിലെ യവനെക്കുറിച്ച് കാണാം. നമുക്കറിയാം ഈ 1000 ആണ്ട് വാഴ്ചയിൽ അസന്മാർഗിതയോ യുദ്ധങ്ങളോ വിഗ്രഹാരാധനകളോ വ്യാജ ആരാധനകളോ ഒന്നുമില്ല. കാരണം പിശാചിനെ ബന്ധിച്ചിരിക്കുകയാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ പാപം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയാം. എന്നാൽ ഈ സഹസ്രാബ്ദം, മില്ലേനിയം എന്നതിനെക്കുറിച്ച് പറയുമ്പോൾ 3 തരത്തിലുള്ള വ്യൂസ് അതിനകത്തുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പോസ്റ്റ് മില്ലേനിയം, എ മില്ലേനിയം, പ്രീ മില്ലേനിയം എന്നുള്ള 3 ചിന്തകളുണ്ട്. എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മില്ലേനിയത്തിൽ 1000 ആണ്ട് കഴിഞ്ഞിട്ട് ക്രിസ്തു വരുള്ളൂ എന്നുള്ള വിശ്വാസം. പിന്നെ ആക്ഷരീയമായി വാഴ്ചയൊന്നുമില്ല, എല്ലായ്പ്പോഴും സഹസ്രാബ്ദമാണെന്ന് വിശ്വസിക്കുന്നതാണ് എ മില്ലേനിയം. പ്രീ മില്ലേനിയം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പേ ക്രിസ്തു വരുമെന്നുള്ള വിശ്വാസം. എന്നാൽ ഈ 3 എണ്ണത്തിനകത്ത് ഈ പ്രീ മില്ലേനിയം ആണ് പൊതുവെ ആളുകൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് മുമ്പേ ക്രിസ്തു മഹത്വ പ്രത്യക്ഷ നടത്തുന്ന ഒരു കാര്യമാണ് പൊതുവെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റേതിനൊക്കെ ഒത്തിരി കാരണങ്ങളും അതിന് എതിരായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളും ഉണ്ട്. ഈ സഹസ്രാബ്ദത്തിന് പിൻപ് എന്നുള്ള ഒരു വീക്ഷണം, എന്നൊരു പോസ്റ്റ് മില്ലേനിയം, 1000 ആണ്ട് കഴിഞ്ഞ് ക്രിസ്തു വരുമെന്ന് ഉള്ള ആ ചിന്ത 16-ാം നൂറ്റാണ്ടിൽ പ്രബലപ്പെട്ടതാണ് ഉള്ളത്. 18-ാം നൂറ്റാണ്ടിലെ സുവിശേഷീകരണത്തിന് ഈ പഠിപ്പിക്കൽ വലിയ ഉണർവും ചൈതന്യവും നൽകിയെങ്കിലും ദൈവരാജ്യത്തിന് വിരുദ്ധമായ തിന്മകളും ജീർണതകളും അകത്തളത്തിൽ വർദ്ധിക്കുവാൻ ഇടയായി. അവസാനം അത് തള്ളുകയാണ് ചെയ്തത്. അത് പരാജയത്തിൽ എത്തിക്കുകയും അത് തള്ളുകയും ചെയ്തു എന്നുള്ളതാണ്. പോസ്റ്റ് മില്ലേനിയം ചിന്തകളെ തള്ളിക്കളയാണ് ചെയ്തത്. അതുപോലെ തന്നെ സഹസ്രാബ്ദരഹിത സിദ്ധാന്തം, എ മില്ലേനിയം എന്നുള്ളത് ദൈവവിശ്വാസവും തിരുവചനത്തോടുള്ള ചോദ്യം ചെയ്യലും വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ രഹിത വിശ്വാസം കൂടുതൽ ശക്തിയാർജിച്ചു. കാരണം ദൈവവചനത്തോട് ആൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, എന്നാൽ അതും വചനാടിസ്ഥാനത്തിലുള്ള അല്ല എന്ന് മനസ്സിലാക്കി അതും യാഥാസ്ഥികമായിട്ട് എന്ന് വെച്ചാൽ ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ നിന്ന് അത് തള്ളിക്കളഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പോസ്റ്റ് മില്ലേനിയസം, എ മില്ലേനിയസം എന്നൊക്കെ പറയുന്ന സഹസ്രാബ്ദ വാഴ്ചയൊന്നും ഇല്ല, എല്ലായ്പ്പോഴും സഹസ്രാബ്ദമാണ്. ദൈവത്തിൻ്റെ എന്താണ് ഭരണമാണെങ്കിൽ ഈ അതിക്രമങ്ങളും ഈ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അത് തന്നെ നമുക്ക് ചിന്തിച്ചാൽ അറിയാമല്ലോ. എന്നാൽ ഈ പ്രീ മില്ലേനിയസത്തിൽ വിശ്വസിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ
ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. യേശുക്രിസ്തു മഹത്വ പ്രത്യക്ഷയ്ക്ക് ശേഷം സഹസ്രാബ്ദം എന്ന് പറയുവാൻ യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. കാരണം ഈ ഭൂമിയിൽ വിശ്വസ്തയോട് ജീവിച്ചവർ അവനോടുകൂടെ വാഴും എന്ന് പറഞ്ഞ ചിന്ത. നമ്മൾ 10 കാരണങ്ങൾ ഈ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് പ്രീ മില്ലേനിയത്തിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കും. അന്നേരം അത് നമ്മൾ ഈ മില്ലേനിയം ഏജിൽ പിന്നെ വരാനുള്ള 10 കാരണം എന്താണെന്ന് നമ്മൾ പഠിക്കും. അന്നേരം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. സഭാ ചരിത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ആദിമ അപ്പോസ്റ്റലന്മാരും ശിഷ്യന്മാരും അതുപോലെ ആദിമ നൂറ്റാണ്ടിലൊക്കെ ജീവിച്ചിരുന്ന സഭാ ലീഡേഴ്സ്, ജസ്റ്റിൻ മാർട്ടിയർ, ഐറേനിയസ്, ഇവരൊക്കെ തന്നെ ഈ മില്ലേനിയം പഠിപ്പിച്ചിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അതുപോലെ മോഷ്യത്തിൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ 1000 വർഷം ക്രിസ്തു ഭരണം നടത്തുമെന്ന് ഉള്ള ധാരണ ആ സമയത്ത് നിലനിരുന്നതായിട്ട് പറയുന്നു. ബിഷപ്പ് ന്യൂട്ടൺ എന്ന് പറയുന്ന ചിന്തകൻ സഹസ്രാബ്ദ സിദ്ധാന്തം ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ശരിയായി പഠിപ്പിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ഇത് പഠിപ്പിച്ചിരുന്നു. ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നേരത്തെയുള്ള നമ്മുടെ അപ്പോസ്റ്റലന്മാരും പ്രവാചകന്മാരും ആ സമയത്തുള്ള ചർച്ച് ലീഡേഴ്സും അത് പഠിപ്പിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇസ്രായേൽ മക്കളുടെ ചരിത്രവുമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ ദൈവം പുനഃസ്ഥാപിക്കുമെന്നും അവരോടൊപ്പം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായതിനാൽ അവരോടൊപ്പം എന്നേക്കും അവർ വാഴുമെന്നും ഒക്കെയുള്ള ചിന്തകൾ ബൈബിൾ പഴയ നിയമത്തിലെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഒരു രാജാവും നീതിയോടെ ഭരിച്ചിട്ടില്ല. കാരണം എന്തെങ്കിലുമൊക്കെ അനീതികൾ ഭരണങ്ങളിലുണ്ടായിരുന്നു. എന്നാൽ ദൈവം ഭരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭരണം തിയോക്രസിയിൽ അങ്ങനെ ഒരു അനീതി ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജനാധിപത്യം വ്യവസ്ഥയാണ് ഇന്ന് 98% ലോകത്തിലുള്ളത്. രാജഭരണം എങ്ങും പൊതുവേ ഇല്ല. എന്നാൽ തിയോക്രസി, ദൈവത്തിൻ്റെ ഭരണം, അത് ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ആഗ്രഹം ദൈവഭരണമാണ്. ദൈവം ഭരിക്കുന്ന സ്ഥലമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഇവിടെ സ്വർഗരാജ്യം, ദൈവരാജ്യം, സ്വർഗം എന്നൊക്കെയുള്ള പല ചിന്തകൾ നമ്മൾ ബൈബിളിൽ നമുക്ക് കാണാം. ഞാൻ ചില വാക്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് പറഞ്ഞതിന് ശേഷം ദൈവസഭ 1000 ആണ്ട് വാഴ്ചയുടെ ആവശ്യം എന്താണെന്നുള്ളതും പറയാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ പ്രസംഗിക്കുന്ന സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. സ്വർഗരാജ്യം എന്നൊരു വാക്ക് അവിടെ യൂസ് ചെയ്തിരിക്കുന്നു. മർക്കോസ് 1:15 യേശുക്രിസ്തു പ്രസംഗിക്കുന്ന കാര്യമാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചിട്ട് കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചു. ആദ്യം കേട്ടത് സ്വർഗരാജ്യം, ഇവിടെ കണ്ടത് ദൈവരാജ്യം. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന് പറയുന്നത് 1-2 വാക്യങ്ങളൂടെ വായിക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. സ്വർഗത്തിൽ നിന്ന്, അവിടെ സ്വർഗത്തിൽ നിന്ന് ഉള്ളൊരു വേർഡാണ് യൂസ് ചെയ്യുന്നത്. ആവർത്തന പുസ്തകം 26:15 നിന്റെ വിശുദ്ധ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നോക്കി നിന്റെ ജനമായ ഇസ്രായേലിനെയും നീ നിങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത പോലെ ഞങ്ങൾക്ക് തരുന്ന ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ വാസസ്ഥലമായ സ്വർഗം, യഹോവയുടെ വാസസ്ഥലം സ്വർഗമാണ് എന്ന് പറയുന്നു. അപ്പോൾ സ്വർഗം ഒരു പ്ലേസ് ആണ്, അല്ലേ? ദൈവം വസിക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. ഓക്കെ, അതായത് ഈ സ്വർഗരാജ്യം, ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിൽ ദൈവം വസിക്കുന്നെങ്കിൽ സ്വർഗത്തിൻ്റെ കീഴിലുള്ള രാജ്യമാണ് സ്വർഗരാജ്യം എന്ന് നമുക്ക് ചിന്തിക്കണം. ദൈവം ഒരു ശക്തിയാണ്, അല്ലേ? ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് പറഞ്ഞ് ഒരു ഭാഗം യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട് ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ. അതിന് ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കുന്ന ഒരു സ്ഥലമാണ്,
അല്ലേ? ഇപ്പം ഒരാളുടെ പ്രസൻസ് ഒരിടത്തുണ്ടെങ്കിൽ വേറൊരിടത്ത് അദ്ദേഹത്തിൻ്റെ ശക്തി പ്രവഹിക്കും, അല്ലേ? അങ്ങനെ വേണമെങ്കിലാകാം. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു സ്ഥലത്തുണ്ട് എന്ന് ഇരിക്കട്ടെ. ഇപ്പോഴ് അദ്ദേഹത്തിന് വേറൊരു ഭവനം, വേറൊരു റെസിഡൻസ് വേറൊരിടത്തുണ്ടെങ്കിൽ അതിനും അതേ പേര് തന്നെ പറയാം എന്ന് പറയുന്ന പോലെ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് സ്വർഗരാജ്യം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ രാജ്യമാണെങ്കിൽ അതുപോലെ ഇക്വലൻ്റ് ആണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വ്യവസ്ഥ നടത്തുന്ന സ്ഥലമാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു താല്പര്യം ദൈവത്തിനുണ്ടായിരുന്നു. ആദാമിനെ സൃഷ്ടിച്ചു, ഹവ്വായെ സൃഷ്ടിച്ച സമയത്ത് ദൈവം എന്നും അവരോട് ചേർന്ന് കൂട്ടായ്മ ആചരിച്ച് നടന്നു എന്ന് നമ്മൾ കാണാം. ദൈവത്തിന് മനുഷ്യരോട് അത്രയും ഇഷ്ടമായിരുന്നു ആ സമയത്ത്. എന്നാൽ അവർ പാപം ചെയ്തു പോയി എന്നുള്ളത് അവർ ചെയ്ത ഒരു പ്രോബ്ലമാണ്. അതുകൊണ്ട് ദൈവത്തിന് പാപത്തെ സീരിയസ് അല്ലാതെ കാണാനായിട്ട് പറ്റുകയില്ല. സാരമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിന് അത് ഒഴിവാക്കാൻ പറ്റില്ല. ദൈവം അത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തു. എന്നാൽ അതിനോട് ഒപ്പം തന്നെ വീണ്ടെടുപ്പും ദൈവം അന്ന് തന്നെ ദൃഷ്ടിയിൽ കണ്ടിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് ഈ ദൈവരാജ്യത്തിൽ തന്നെ എവരെ കൊണ്ടുവന്ന് പാപമില്ലാത്തൊരു അവസ്ഥയിൽ എവരോടൊപ്പം ജീവിക്കുന്ന ഒരു അനുഭവം ദൈവം അന്ന് തന്നെ കണ്ടിരുന്നു എന്ന് കാണുന്നു. യേശുക്രിസ്തു പഠിപ്പിക്കുന്നുണ്ടല്ലോ, ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ നിന്റെ രാജ്യം വരേണമേ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ രാജ്യം വരേണമേ, അതെന്താണ് ആ രാജ്യം എന്ന് പറഞ്ഞാൽ? ഈ സഹസ്രാബ്ദ രാജ്യമാണ് വരണമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ രാജ്യം വരുന്ന ആ രീതിയിലാണ്. ലൂക്കോസ് 17:21 ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയും ഇല്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് യേശുക്രിസ്തു ഉത്തരം പറയുകയാണ്. അതിൻ്റെ മീനിങ് ശരിക്കും ദൈവരാജ്യം നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ള മീനിങ് പൗലോസിൻ്റെ ചിന്തയിലാണ് അത് കറക്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്. റോമർ 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാവുന്നു. അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അതാണ് ദൈവരാജ്യത്തിൻ്റെ നിഴൽ. അത് ദൈവരാജ്യത്തിൻ്റെ നിഴലാണ്. അത് ദൈവസഭയുടെ നിഴൽ അങ്ങനെയാണ്. അത് ദൈവരാജ്യത്തിൻ്റെ നിഴലാണ്. അതിന് എതിരായിട്ട് വരുന്ന അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റായിട്ട് വരുന്നതെല്ലാം സാത്താൻ കൊണ്ടുവരുന്നതാണ്. യഥാർത്ഥ സഭ എന്നത് പറയുന്നത് 1000 ആണ്ട് വാഴ്ചക്കാലമാണ്. ഇന്ന് കാണുന്നത് സാത്താന്റെ കീഴിലാണ് ലോകം മുഴുവൻ. അതുകൊണ്ടാണ് ജനാധിപത്യം വരുന്നതും അങ്ങനെയൊക്കെയുള്ള ഭരണങ്ങൾ വരുന്നത് എങ്ങനെയാണ്, അതുകൊണ്ടാണ്. എന്നാൽ തിയോക്രസി, ദൈവിക ഭരണം വരുന്നത്, കർത്താവിൻ്റെ ഭരണം വരുന്നത് ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഇസ്രായേലിനെ ഞാൻ ഭരിക്കണം എന്ന് കർത്താവ് പറയുന്നത്. ദൈവം മനുഷ്യരെ ഭരിക്കണം. ഇപ്പം ശമൂവേലിൻ്റെ പുസ്തകത്തിൽ രാജാവിനെ തിരയണമെന്ന്, ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തിരയണമെന്ന് പറഞ്ഞ് ശമൂവേലിന് അനിഷ്ടമായി ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചൊരു ഭാഗമുണ്ട്. 1 ശമൂവേൽ 8:7 ഇങ്ങനെയാണ് പറഞ്ഞത്, യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കാം. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു തിരിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവമാണ് മനുഷ്യരെ ഭരിക്കേണ്ടതെന്നുള്ളത് ദൈവത്തിനറിയാം. തിയോക്രസി അവിടെ തന്നെ ദൈവം പറയുകയാണ്, ശമൂവേലിനോട് പറയുകയാണ്, ഞാനാണ് അവരെ ഭരിക്കേണ്ടത്. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം, മനുഷ്യരെ ഭരിക്കുക. അതായത് നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കുക, ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ വരുന്ന രാജ്യം, അതിന് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശമായിരുന്നു. അതായിരുന്നു 1000 ആണ്ട് വാഴ്ചയോടുകൂടി സംഭവിക്കുന്നത്, ദൈവത്തിൻ്റെ വാഴ്ച ഈ ലോകത്തിൽ വരിക എന്നുള്ളത്. ആ ലോകത്തിൽ വരുമ്പോൾ ഈ പല മിക്സ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരെ ഒന്നും പിശാച് പിടിക്കാതിരിക്കാൻ പാപത്തെ ഫ്രീസ് ചെയ്ത് അവനെ പിടിച്ച് പാതാളത്തിൽ ഇട്ടിരിക്കുകയാണ്. ആ ഒരു രീതിയിലുള്ളൊരു ഭരണമാണ് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാനിത് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ തുടർന്നും 1000 ആണ്ട് വാഴ്ചയുടെ കാര്യം ചിന്തിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1000 ആണ്ട് വാഴ്ചയുടെ കാരണങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് ഇതിൽ തുടർമാനമായിട്ട് നിങ്ങൾ കാണണം. ഇത് തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിചാരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അതിനോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ സ്വർഗീയ ഭരണത്തിൻ്റെ കാര്യങ്ങളെ ചിന്തിക്കുകയായിരുന്നല്ലോ.
1000 ആണ്ട് വാഴ്ച, സ്വർഗരാജ്യം ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രസൻസിൽ ദൈവം നടത്തുന്ന ഒരു വലിയ വാഴ്ച, അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവമേ, നിൻ്റെ കർത്താവെ, നിൻ്റെ മിഷൻ പൂർത്തിയായി നീ ആളിനെ വീണ്ടെടുത്തതിന് ശേഷം, ലോകത്തെ മുഴുവൻ വീണ്ടെടുത്തതിന് ശേഷം ഇവിടെ 1000 ആണ്ട് ഭരണം, നിൻ്റെ തിയോക്രസി, ദൈവിക ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പഴയ നിയമത്തിൽ നിന്ന് ഇസ്രായേലിനെ ഭരിക്കുവാനായി ദൈവം ആഗ്രഹിച്ച കാര്യം ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഞങ്ങൾ വായിച്ചല്ലോ കർത്താവെ. അതുപോലെ തന്നെ ഇന്നും ലോകത്തെ ഭരിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ പിശാച ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ലോകത്തെ മുഴുവൻ സാത്താൻ്റെ കീഴിലാക്കിക്കൊണ്ട് അവൻ ഭരണം ഏറ്റെടുത്തിരിക്കുക. എന്നേക്കും അത് നശിപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഭരണം ഈ ലോകത്തിൽ വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിൻ്റെ ഭരണത്തിന് കീഴിൽ സമാധാനത്തോടായിരിക്കാനായിട്ട്, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തോടു കൂടിയുള്ള ഒരു ഭരണമായിരിക്കും കർത്താവെ, ഞങ്ങൾ ഒരുങ്ങിയിരിക്കാൻ ഈ ദിവസങ്ങൾ സഹായിക്കണമേ. നിന്റെ സന്നിധിയോട് ചേർന്ന് വന്ന് ജീവിക്കുന്നവരായിരിക്കാനായിട്ട് കർത്താവെ സഹായിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലയിലെ ചില പ്രയാസങ്ങളുള്ള പ്രിയപ്പെട്ടവരിത് കാണുന്നു. കർത്താവെ, ക്ലോട്ടിൻ്റെ പ്രയാസമാണോ എന്നറിയത്തില്ല. കർത്താവെ, ചില പ്രയാസങ്ങൾ, ഓപ്പറേഷൻ വേണമെന്ന് വെച്ചിരിക്കുന്നു. ക്യാൻസറിൻ്റെ ഗ്രോത്ത് ആണോ എന്നറിയത്തില്ല. ദൈവമേ, ഈ ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടുള്ളൊരു വിടുതൽ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വേദനയും മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രയാസങ്ങളും നീ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മൈഗ്രെയിനായിട്ട് വിഷമപ്പെട്ട് ഇരിക്കുന്ന, വേദനയോടുകൂടി ഇരിക്കുന്ന ചില ആളുകളെ ഇന്ന് രാത്രി ദൈവം വിടുവിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യും. എല്ലാ രീതിയിലുള്ള തലയിലുള്ള വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമേ, നിൻ്റെ കരങ്ങളിലേക്ക് അവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ശരീരത്തിലുള്ള എല്ലാ വ്യഥകളിൽ നിന്ന് അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ചിരിക്കുന്ന സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. തോന്നുന്നത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.